കണ്ണൂർ പിലാത്തറയിൽ കാർ തകർത്ത നിലയിൽ ദുരൂഹ സാഹചര്യത്തിൽ കാണപ്പെട്ട വാഹനത്തിനുള്ളിൽ രക്തക്കറയും കാണപ്പെട്ടു. വസ്ത്രങ്ങൾ ഉൾപ്പെടെ പുറത്തേക്ക് വലിച്ചുവാരിയിട്ട നിലയിലും കണ്ടെത്തി. പ്രഭാത സവാരിക്കെത്തിയവരാണ് കാർ കണ്ടത്. മോഷണമാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, ദുരൂഹമാണല്ലോ ഈ കാർ കണ്ടെത്തിയ സംഭവം. ഈ കാറിന്റെ ഉടമസ്ഥൻ ആരാണ്? ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് വ്യക്തമാക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം രക്തക്കറ കണ്ടെന്നൊക്കെ പറയുമ്പോൾ ആശങ്കാജനകമായ ഒരു സാഹചര്യമാണോ അവിടെ ഉടലെടുത്തിരിക്കുന്നത് മിഥുൻ? അശ്വതി, കാറിൻ്റെ ഉടമ സ്വർണ്ണ വിൽപ്പനക്കാരനായ അശോക് യശ്വന്ത് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം തൻ്റെ സുഹൃത്തിന് വാഹനം നൽകിയെന്നാണ് പറയുന്നത്. ആ വാഹനത്തിലുണ്ടായിരുന്നത് 5 പേരാണ്. അവർ കുമാർ യശ്വന്ത് നിഗം, ഭാര്യ, 2 മക്കൾ, ഡ്രൈവർ എന്നിവരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. ഇവർ പോയിരുന്ന വാഹനം എങ്ങനെയാണ് ഈ ആളില്ലാത്തൊരു സ്ഥലത്ത് ഇത്തരത്തിൽ കൊണ്ടിടുകയും അത് പൂർണ്ണമായും അടിച്ച് തകർത്ത് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ മുഴുവൻ വലിച്ച് പുറത്തിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതിൽ എടുത്തു പറയേണ്ടത് ആ സ്ഥലം എന്ന് പറയുന്നത്, ഈ കാറ് കണ്ടെത്തിയ സ്ഥലം എന്ന് പറയുന്നത് റോഡിൽ നിന്ന് വളരെ ഉള്ളിലേക്കാണ്. വളരെ കാട് മൂടിയ ഒരു പ്രദേശമാണ്. ആ കുന്നിൻ മുകളിൽ ഒരു കോളേജാണുള്ളത്. സ്വാഭാവികമായി ആ സ്ഥലത്തെക്കുറിച്ച് നല്ല ധാരണയില്ലാത്ത ആളുകൾ അങ്ങോട്ടേക്ക് ഈ വാഹനവുമായി വരാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിലും അവിടെ ആളുകൾ ഉണ്ടാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വാഹനവുമായി അവിടെ എത്തി ഇത്തരത്തിൽ ഈ വാഹനത്തിനുള്ളിലുണ്ടായിരുന്ന സകല സാധനങ്ങളും വലിച്ചു പുറത്തെറിയുകയും വാഹനം തകർക്കുകയും ഒക്കെ ചെയ്തതിന് പ്രധാനപ്പെട്ട കാരണം ഈ സ്ഥലത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്ന ആളല്ലാതെ ചെയ്യില്ല എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, എന്തുകൊണ്ട് ഈ കാർ തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. എന്തെങ്കിലും സ്വർണ്ണമോ പണമോ അത്തരത്തിൽ എന്തെങ്കിലും കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ അതിലുണ്ട് എന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാഹനത്തിലുണ്ടായിരുന്ന ആൾക്കാരെ മാറ്റി നിർത്തി ഈ വാഹനവുമായി ആളുകൾ കൊണ്ടുപോയത് എന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. അതിൽ അല്പം മുമ്പ് അശോക് യശ്വന്ത് എന്ന് പറയുന്ന ഈ വാഹനത്തിൻ്റെ ഉടമ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പരിയാരം പോലീസ് സ്റ്റേഷനിലാണ്. പരിയാരം പോലീസ് സ്റ്റേഷനിൽ ഈ ഉടമ എത്തിയിട്ടുണ്ട്. ഉടമ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ അക്രമ സംഭവത്തിന് പിന്നിൽ എന്നതിനെ സംബന്ധിച്ച് ഇതൊരു വ്യക്തമൊന്നുമില്ല. നമ്മൾ പറഞ്ഞതുപോലെ ചില സാധ്യതകൾ അല്ലെങ്കിൽ ചില കാരണങ്ങളുണ്ട് എന്നുള്ളതാണ്, ചില സാധ്യതകളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിൽ കാറിൽ വിലപ്പെട്ടത് എന്തെങ്കിലും ഉണ്ടായിരുന്നു എന്നതിനെ സംബന്ധിച്ചാണ്. അത് കവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇത്തരത്തിൽ ഈ വാഹനം തകർത്ത് ഈ വാഹനത്തിലുള്ളവരെ പുറത്താക്കിക്കൊണ്ടൊരു ശ്രമം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങളാണോ എന്നടക്കമുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാലും പോലീസിൻ്റെ അന്വേഷണം, പോലീസിൻ്റെ മൊഴിയെടുപ്പൊക്കെ തുടരുകയാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ ഈ സംഭവവുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത ഏതായാലും വരികയുള്ളൂ. അശ്വതി. ശരി മിഥുൻ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇതിന്റെ ചുരുൾ അഴിയുമെന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.